ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള വാൻചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതും ഓവൻ ഇല്ലാതെ വെറും ഗ്യാസ് സ്റ്റോപ്പിന്മേൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും ഈ കേക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോക്ക് പോകുന്നതിൻ്റെ മുൻപ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആവുകയും പിന്നെ ഈ മൈദപ്പൊടിയിലൊക്കെ കരടുകളൊക്കെ കാണും, അതൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഈ സ്റ്റെപ്പ് മറക്കാതെ ചെയ്യണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം. ഇനി നമുക്ക് അതിനെ മാറ്റി വെച്ചിട്ട് വേറൊരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ച് ചേർക്കാം. മുട്ട നിങ്ങൾ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. ഇനി നമുക്ക് ഈ 4 മുട്ടയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അതും എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിന് പകരം നിങ്ങൾക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. അപ്പോൾ അതിനെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഹൈ സ്പീഡിലിട്ടിട്ട് ഇത് നല്ല പോലെ ഫ്ലഫി ആയി വരുന്നത് വരെ 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ല പോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ ആണ്. ഞാനിപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. പാലും തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഈ പാലും മെൽറ്റ് ചെയ്ത ബട്ടറും നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതാണ്. ഇത് മുഴുവനായിട്ടും ഒരുമിച്ച് അങ്ങ് ചേർക്കരുത്, 2-3 തവണയായിട്ട് ചേർക്കുക. ആദ്യം കുറേശ്ശെ ചേർത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വാൻചോ കേക്ക് വാനില കേക്കിൻ്റെയും ചോക്ലേറ്റ് കേക്കിൻ്റെയും ഒരു മിക്സ് ആണ്. അപ്പൊ 2 ബാറ്ററും റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ നേരെ പകുതി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ ഇതിനെ 2 പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പാർട്ടിൽ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാനില കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് മറ്റേ പാർട്ടിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഇപ്പം ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ അല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതല്ലാതെ നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി കേക്ക് ഇതിൻ്റെ അകത്തുനിന്നും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മൈദപ്പൊടിയും കൂടെ തൂവി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ആക്കി കൊടുക്കാം. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമിഴ്ത്തി വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതും പോയി കിട്ടും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം വാനില കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നത് ഒരു പാനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലോ ഓവനിലോ അല്ലെങ്കിൽ കുക്കറിലോ ഇത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു സെറാമിക്കിൻ്റെ പാനും അതുപോലെ ഒരു വയറാക്കും ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 20 to 25 മിനിറ്റോളം ബേക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പാനിൻ്റെ ചൂടിനനുസരിച്ചിട്ട് സമയത്തിൽ മാറ്റം വരും, അത് ശ്രദ്ധിക്കണം. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ ഉപ്പിട്ട് കൊടുത്താലും ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, വേണ്ടവർക്ക് ഉപ്പിട്ടും കൊടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് കേക്ക് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും. കേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാൻ ആദ്യം ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വാൻചോ കേക്കിനുള്ള വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് കേക്കും ബേക്ക് ചെയ്യാം. ആദ്യം കേക്ക് ടിന്നിൻ്റെ അകത്ത് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗ്രീസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ മൈദപ്പൊടി തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത അതുപോലെ തന്നെ ബേക്ക് ചെയ്യാം. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 കേക്കും ഒരേ കേക്ക് ടിന്നിൽ തന്നെ ബേക്ക് ചെയ്യുക. അല്ലെങ്കിൽ സെയിം അളവിലുള്ള കേക്ക് ടിന്നാണെങ്കിൽ രണ്ടും പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 2 കേക്കും ഒരേ അളവിൽ തന്നെ നമുക്ക് വേണം. അതിനാണ് സെയിം കേക്ക് ടിന്നിൻ്റെ അകത്ത് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വാൻചോ കേക്കിനുള്ള വാനില കേക്കും ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തണുക്കാനായിട്ട് 2 കേക്കിനെയും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വേണം. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ്. ആദ്യം ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ഒരു പാനിൽ താഴെ വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലൊരു ബൗള് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 100 ഗ്രാം വിപ്പിംഗ് ക്രീമുമാണ്. ഈ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഗനാഷ് ഒരു ഗ്ലേസിങ്ങിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അടിയിലുള്ള വെള്ളം ചൂടാവുന്നതിനനുസരിച്ചിട്ട് മുകളിലുള്ള ചോക്ലേറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരും. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്താലേ നമുക്ക് കേക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കാം. ഞാനിപ്പോൾ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ 50 ഗ്രാമോളം വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെയും നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയെടുക്കാം. ഇനി നേരത്തെ പോലെ ഗ്ലേസിങ്ങിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിലേക്കും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്കും ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ഓപ്ഷണലാണ്. ഇതൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഒക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും ട്ടോ. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇതിനെയും നമുക്ക് നന്നായിട്ട് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 1 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുൻപ് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം
ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കിന് ഇത് നല്ല പോലെ സ്റ്റിഫ് പീക്സ് ആയിട്ട് വരും. പിന്നെ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് പഞ്ചസാരയോ വാനില എസൻസോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഈ ക്രീമിൽ ഓൾറെഡി അതെല്ലാം ഉള്ളതാണ്. ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന ക്രീമിൽ അതൊന്നും ഇല്ലാത്തതാണെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ഇതിലേക്ക് ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അത് നമ്മൾ വാങ്ങിക്കുന്ന ക്രീമിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതിപ്പോൾ നല്ല പോലെ സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഇനി നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. നമ്മൾ ചോക്ലേറ്റ് കേക്കിന് ഒരു ലെയറായിട്ട് കൊടുക്കാനും വേണ്ടി മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷില്ലേ, ഇതൊന്നൊരു 2 ടേബിൾ സ്പൂണോളം ഈ വിപ്പിംഗ് ക്രീമിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ക്രീമാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നിറച്ചു കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ച് കൊടുത്താലേ നമുക്ക് നിറച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ പൈപ്പിംഗ് ബാഗ് നമുക്ക് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് നിറച്ചു കൊടുക്കുക. ഇനി ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ട് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കേക്ക് ബോർഡ് അതിൻ്റെ മുകളിൽ നിന്നും തെന്നിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരല്പം പഞ്ചസാര മിക്സ് ചെയ്തെടുത്ത വെള്ളമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആവാനും പിന്നെ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ക്രീം കോട്ടിംഗ് കൊടുക്കാം. നമ്മൾ നേരത്തെ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്താക്കിയില്ലേ, ആ ക്രീമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ ചോക്ലേറ്റ് ക്രീം കേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വാനില കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ കേക്ക് തിക്നെസ് കൂടുതലാണെങ്കിൽ കേക്കിനെ വേണമെങ്കിൽ 2 ലെയറൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്കിനെ കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിനെയും പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ കറക്റ്റായിട്ട് ഒരേ തിക്നെസ്സിൽ ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാവും ഏറ്റവും നല്ലത്. ഞാൻ ഈ കേക്കിനെ കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്രീം കവർ ചെയ്യണമെന്നില്ല, കാരണം ഇതിൻ്റെ മുകളിൽ നമ്മളിനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുൻപേ 15 മിനിറ്റ് നമ്മൾ ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം അതിൻ്റെ കൂടെ അങ്ങ് ഒലിച്ചു പോകും. ഇപ്പം ഞാനിത് 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ ഈ കേക്കിനെ മൊത്തത്തിൽ അങ്ങ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതിന്റെ ബാക്കി ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിന്റെ അകത്ത് എടുത്തിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ എക്സസ് ആയിട്ടുള്ള താഴേക്ക് ഒളിച്ച് നിൽക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് അടിയിലൊരു ബോർഡറും കൂടെ വരച്ചു കൊടുക്കണം. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഈ ക്രീമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വീണ്ടും ഫ്രീസറിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ വാൻചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓവനൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന കേക്കാണല്ലോ. അപ്പോൾ ഇനി ആരും ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്